ഹുണ്ടായി i20 ആണ് 2017 മോഡല് എലൈറ്റ് വേരിയൻറ്റ്. എലൈറ്റിനകത്ത് മറ്റേ സ്പോർട്സ് വേരിയൻറ്റ്. ഒരു കോമ്പാക്ട് XUV ആണ് കിടക്കുന്നത്. 2019 മോഡൽ മഹീന്ദ്ര XUV W8 ഓപ്ഷനാണ്. സിംഗിൾ ഓണർ ആണ്. W8 ഓപ്ഷനാണ്. പെട്രോൾ വേരിയൻറ്റ്, സിംഗിൾ ഓണർ, സൺറൂഫൊക്കെ കൂടിയ വണ്ടി. അതായത് 10 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. അടുത്ത 2015 മോഡൽ മാരുതി സ്വിഫ്റ്റ് LXi ഓപ്ഷനിൽ സെക്കൻഡ് ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അടുത്തായിട്ട് 2011 ഇവിടെ കിടക്കുന്നത് വെച്ച് ബഡ്ജറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. 2011 മോഡൽ ഹുണ്ടായി i20 ആസ്തയാണ്, ടോപ്പ് എൻഡാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലേ കൊല്ലം ജില്ലയിൽ തന്നെ ചാത്തന്നൂരിനും പാരിപ്പള്ളിയുടെ ഇടഭാഗത്തായിട്ടുള്ള കെവൻസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അത് സ്ഥിരം ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. വിശ്വസിച്ചെടുക്കാവുന്ന ഒരുപാട് നല്ല അധികം ഓടാത്തതും അധികം കൈമറിയാത്തതുമായിട്ടൊക്കെ ഉള്ള ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആണ്. തീരെ വില കുറഞ്ഞ വണ്ടികളല്ല, അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കൊക്കെ വിശ്വസിച്ച് വന്ന് എടുക്കാവുന്ന ഒരു ഷോപ്പാണ്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഫാസ്റ്റ് ആണെങ്കിൽ എന്നെ ഒന്നും പറയരുത്, കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിധി വെച്ചുള്ള വേഗത്തിലായിരിക്കും ചിലപ്പോൾ ഷൂട്ട് നടക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയും വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ബാ. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മളെ ന്യൂ ഇയറിൻ്റെ പരിപാടി അനുസരിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ക്രിസ്മസും ഉണ്ട്. അപ്പം ഡിസംബർ ലാസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ഓഫറോ അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. കാരണം ഒരു വർഷം കൂടെ തീരെയാണ്. അത്യാവശ്യം എല്ലാം വില കുറച്ചൊക്കെ തന്നെയാണ്. അല്ല, വില പറയുമ്പോൾ ആ ഒരു ഓഫർ വെച്ച് പറയാ. തീർച്ചയായും. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അല്ല, ആദ്യം ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു. ഇത് കൊല്ലം ജില്ലയിൽ നമ്മുടെ ചാത്തന്നൂരുണ്ട്. ചാത്തന്നൂരിൽ നിന്നും കല്ലുവാതക്കലിനും ഇടയ്ക്കായിട്ട്. അത് ചാത്തന്നൂർ ഏകദേശം 2.5 കിലോമീറ്റർ, കല്ലുവാതക്കലിന് ഏകദേശം ഒരു 900 മീറ്റർ. ഇത്രയും വ്യത്യാസമാണ്. കുരിശുമൂടുന്ന സ്ഥലത്തിൻ്റെ പേര്. തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ പെട്രോൾ പമ്പ്. തൊട്ടിപ്പുറത്തായിട്ട് വലത് സൈഡിലായിട്ട് ഇസാഫിൻ്റെ ബാങ്കും കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ്, അതായത് മീൻസ് മറ്റേ ചാത്തന്നൂർ നിന്ന് വരുമ്പോൾ വലത് സൈഡ്, കല്ലുവാക്കുന്ന വരുമ്പോൾ ഇടത് സൈഡ് അതാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത്. ഹെവൻ മോട്ടോഴ്സ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഒരു കോമ്പാക്ട് XUV ആണ് കിടക്കുന്നത്. 2019 മോഡൽ മഹീന്ദ്ര XUV W8 ഓപ്ഷനിലാണ്. സിംഗിൾ ഓണർ ആണ്. W8 ഓപ്ഷനാണ്. പെട്രോൾ വേരിയൻറ്റ്, സിംഗിൾ ഓണർ, സൺറൂഫൊക്കെ കൂടിയ വണ്ടി. അതായത് 10 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. 10 എയർ ബാഗ് വരുന്ന ടൈപ്പാണ്. 10 എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. ഇനിയിപ്പോൾ എടുത്തു പറയുന്ന ഫീച്ചേഴ്സ് ഇല്ല, കാരണം പുഷ് ബട്ടണ്, ക്രൂയിസ് കൺട്രോള്, നാവിഗേഷന്, മറ്റേ ട്രാക്ഷൻ കൺട്രോളർ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. എന്തെല്ലാം വരാവോ ഒരു കാറിൽ. AC പവർ സ്റ്റിയറിങ്, മറ്റേ അലോയ്സ്, ഡ്യുവൽ AC ആണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ 10 എയർ ബാഗാണ് എന്ത് വരുന്നത്. 10 എയർ ബാഗോട് കൂടി വരുന്ന വണ്ടിയായിട്ടും ഇതിൻ്റെ ബാക്കിൽ AC വരുന്ന പരിപാടിയൊന്നുമില്ല. ബാക്ക് AC വേണ്ടി വരുന്നില്ല. ഡ്യുവൽ AC ആണ്. അത്യാവശ്യം ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് സാധനം. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ. അതായത് കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 12,800 കിലോമീറ്റർ ഓടിച്ചു. 12,000 ലാസ്റ്റ് സർവീസ് ചെയ്ത വാഹനം. വേറെ മേജറായിട്ടുള്ള വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇല്ല. ജെന്യൂൻ കിലോമീറ്റേഴ്സൊക്കെ. കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയാണ്. എത്ര ചോദ്യം വന്നിട്ട് 8 ലക്ഷം രൂപ. 8 ലക്ഷം. ഇത് ഇറങ്ങിയപ്പോൾ എന്താണ്? ഇത് ഏകദേശം 15-40 ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇറങ്ങിയ സമയം 15-40. എത്ര രൂപയാണ് നമുക്കിതിപ്പോൾ ഇറക്കാം? ഇത് നമുക്കൊരു 7+ വെച്ച് ലോൺ ചെയ്ത് തരാം. 7+ ലോൺ ചെയ്ത് തരാം. സാധാരണ എല്ലാം 100% അല്ല, അത് വേണമെന്ന് ചെയ്യാം. 100% ചെയ്യത്തില്ലെന്നല്ല, ചെയ്യാം. പറഞ്ഞാൽ ഓക്കെ, അത് HDC ICC ഏത് വേണമെങ്കിൽ ചെയ്ത് തരാം. 8 ലക്ഷം രൂപയും ചെയ്ത് തരാം. അടുത്ത 2015 മോഡൽ മാരുതി സ്വിഫ്റ്റ് LXi ഓപ്ഷനിൽ സെക്കൻഡ് ഓണർ വണ്ടി. 42,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 3,95,000 രൂപ വരുന്നത്. എന്ത് ഓടി? ഇത് 42,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. അത്ര ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ 42,000 കിലോമീറ്റർ. LXi ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പ്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിലൊരു പ്രശ്നം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ ആണ്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്?
ഇത് പ്രൈസ് 395. ഏത് വർഷമായിരുന്നു? 2015 മോഡൽ സ്വിഫ്റ്റ് LX ഓപ്ഷൻ. 2015 മോഡൽ. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫ്രണ്ട് ടയർ തന്നെ ഏകദേശം ഒരു 90% വരും. ബാക്ക് ടയർ ഏകദേശം ഒരു 60-70% വരെ ടയർ ഭാഗമുണ്ട്. അടുത്തായിട്ട് 2011 ഇവിടുത്തെ കിടക്കുന്നത് വെച്ച് ബഡ്ജറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. 2011 മോഡൽ ഹുണ്ടായി i20 ആസ്റ്റയാണ്. ടോപ്പ് എന്നാണ്. സിംഗിൾ ഓണർ, 99,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസോട് വണ്ടി. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. 93 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. 11 വണ്ടിയാണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. ആസ്റ്റയാണ്. ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ ഇത് വരുന്നുണ്ട്. വണ്ടിക്കാകുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഫോഡോ പവറിൻ്റെ ആണല്ലേ? ഫോഡോ പവറുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ അല്ലേ? മാനുവൽ. ഡീസലാ? പെട്രോളാണ്. i20 സ്പോർട്സ് പെട്രോൾ വരുന്നത്. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളൊരു വണ്ടി അത്. ഏതാ? കഴിഞ്ഞ വീഡിയോയിലേ ഈ വണ്ടി ഉണ്ടായിരുന്നു. അപ്പം സാറ് ഇപ്പം കഴിഞ്ഞ വീഡിയോ ഒരിക്കലും ചോദിക്കാനും പാടില്ല. അല്ല, അന്ന് ചോദിച്ച പ്രൈസ് 235. ഇന്നിപ്പോൾ 225 ചോദിക്കുന്നത്. 10,000 രൂപ കുറച്ചിട്ടുണ്ട്. ഓക്കെ. ഇതൊരു വീണ്ടും ഒരു സെഡാൻ ടൈപ്പ് വണ്ടി. 2015 മോഡല് ഹോണ്ട സിറ്റിയാണ്. VA എന്ന് പറഞ്ഞ വേരിയൻ്റ്. സിംഗിൾ ഓണർ, 26,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് വണ്ടി. 26,000 കിലോമീറ്റർ. 2015 മോഡല്. നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ V ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനും വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റബിൾ, ഫോഡോ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്. ആവറേജ് ഹൈലൈറ്റ് വരുന്നത് കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ഒരു 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിന്റെ മൈലേജ് എന്താണ്? 15. ഈ 26,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ള കിലോമീറ്റർ. ഈ ജെനുവിൻ എന്ന സംഭവം ഇവിടെ ചോദിക്കേണ്ട കേട്ടോ. കാരണം ജെനുവിനായിട്ടുള്ള കിലോമീറ്റർ അല്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 5,70,000 രൂപ. 5,70,000 രൂപ. പെട്രോൾ വേരിയൻ്റ് ആണ്. ഹുണ്ടായി i20 ആണ്. 2017 മോഡൽ എലൈറ്റ് വേരിയൻറ്റ്. എലൈറ്റിനകത്ത് മറ്റേ സ്പോർട്സ് വേരിയൻറ്റ്. സിംഗിൾ ഓണർ വണ്ടി. 47,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. 41 ലാസ്റ്റ് സർവീസ് ചെയ്ത വാഹനം. 41. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ടയർ ഭാഗം തന്നെ ഫ്രണ്ട് ഉണ്ട് പുതിയ ടയർ, ബാക്ക് ആവറേജ്. ഇതേ പിന്നെ മിററൊക്കെ ഫോൾഡബിൾ ആണ്. ഓട്ടോ ഫോൾഡ്. കവേഴ്സ് കാര്യങ്ങളില്ല. സീറ്റ് കവർ ചെയ്തിട്ടില്ല. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,50,000 രൂപ. വീണ്ടും ഒരു കോമ്പാക്ട് SUV ആണ്. 2019 മോഡൽ ഹുണ്ടായി ക്രെറ്റ. സിംഗിൾ ഓണർ, 1.6 EX, പെട്രോൾ വേരിയൻറ്റ്. 27,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. ഈ ലാസ്റ്റ് മാർച്ചിൽ 23,000 കിലോമീറ്ററാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. 23,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിടക്കണം. ഫസ്റ്റ് ടയറും കാര്യങ്ങളൊക്കെ. വണ്ടി ഫുൾ കമ്പനി സർവീസാണ്. നല്ല സീറ്റ് കവേഴ്സ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഫോഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് വണ്ടി ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വന്നിട്ട് 8,20,000 രൂപ. ഇറങ്ങിയപ്പോൾ എന്തോ കാണും വില? ഇതിൻ്റെ ഏതൊരു 12,500 ഇതിൻ്റെ ഈ ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് കാണിച്ച വണ്ടികളിലെല്ലാം ഏകദേശം നമുക്ക് 90% മഴ. കാരണം ആ ഒരു മഴയൊക്കെ കാരണം പെട്ടെന്ന് പറയാൻ വിട്ടുപോയതാണ്. കാരണം ഇവിടെ കിടക്കുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ആദ്യം കാണിച്ച മറ്റേ മഹീന്ദ്രയുടെ XUV വന്നിട്ട് 300 വന്നിട്ട് അത് ഏകദേശം 100% ലോൺ ചെയ്യാം. ഇത് നമുക്ക് വേണമെന്ന് വെച്ചാൽ 100% ചെയ്യാം. കിടക്കുന്നതിനകത്തെല്ലാം 90+, അതായത് 100-നും 90-നും 100% ഇടയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന. ഇതിന് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എറണോൾഡ് കിഡാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർ, 20,000 കിലോമീറ്റർ, 20,000 ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടി. RXC മറ്റേ 1 ലിറ്റർ ആണ്. സിംഗിൾ RC, 20,000 കിലോമീറ്റർ. സിംഗിൾ എയർ ബാഗും കാര്യങ്ങളും വരുന്നതാണ്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്.
ഫോഗ് ലാമ്പ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനും അത് 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. അതാ പറഞ്ഞത്, ലാസ്റ്റ് 20,000 കമ്പനി സർവീസ് വരെ കമ്പനി സർവീസ് ചെയ്തേ. ഇപ്പോൾ റീസെൻ്റ്ലി സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം അടുപ്പിച്ച് ഒക്ടോബറിൽ ചെയ്ത സർവീസാണേ കമ്പനി. ഓക്കെ. സീറ്റിൻ്റെ കവറൊക്കെ പൊട്ടിക്കാതൊക്കെ ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ടയേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3.15. 3.15. എന്തെങ്കിലുമൊക്കെ കുറയോ ചോദിക്കുന്നതിന്? തീർച്ചയായിട്ടും കുറയും. ഒരു കിഡ് 2016 മോഡലേ, 16 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 44,000 കിലോമീറ്റർ. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. പറഞ്ഞു. RX ആണ്, 800 cc ആണ്. ഇതും മറ്റേ സിംഗിൾ എയർ ബാഗ് വരുന്നതിൻ്റെ മോഡലാണ്. സിംഗിൾ എയർ ബാഗ് ആണല്ലേ? സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് 2 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം അതിന് വരുന്നുണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആ രീതിയിലെല്ലാം വണ്ടിയിൽ വരുന്ന പരിപാടികളെല്ലാം ഉണ്ട്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2.70 വരും. 2.70. ലാസ്റ്റ് പ്രൈസ് ആണോ? ഇല്ല, ചെറിയ മാറ്റം ചെയ്യാം. നമുക്ക് ലോണ് തന്നെ ഏകദേശം 100% ലോൺ ചെയ്യാമേ. അപ്പോൾ അറിയാലോ, ചെറിയൊരു ബഡ്ജറ്റ് 100% ലോൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ വേണം. വീണ്ടും ഒരു 2000 ചെറിയ സെഗ്മെൻറ്റ് തന്നെ 2018 മോഡൽ ഓൾട്ടോ കേട്ടൺ VX സെക്കൻഡ് ഓണർ വണ്ടി, 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്? ജെനുവിൻ കിലോമീറ്റർ. VX ആണ്, സെക്കൻഡ് ഓണർ ആണ്, 17,000 കിലോമീറ്റർ. നല്ല സീറ്റ്. പിന്നെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോ, മാനുവൽ സെൻട്രൽ ലോക്ക്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ. ടയർ ബാഗൊക്കെ 17 ഓടി ടയർ ബാഗ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വന്നിട്ട് 3.10 വരുന്നത്. 3.10. 3 ലക്ഷത്തി. ചെറിയ സ്ക്രാച്ച് ഉണ്ടല്ലേ? ബമ്പറായിട്ടുള്ള ഒരെണ്ണമെങ്കിലും കണ്ടല്ലേ? അത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കൂ? തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. അടുത്ത വീണ്ടും ഒരു കിഡ് 2017 മോഡലേ, 17 മോഡൽ റിനോൾട്ട് കിഡ്, സിംഗിൾ ഓണർ, RXL എങ്കിലും മറ്റേ ഫോഡോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 35,000 കിലോമീറ്റർ. സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോഡോ പവർ വിൻഡോ അഡീഷണൽ ചെയ്തല്ലേ? അഡീഷണൽ ഫോഡോ പവർ വിൻഡോ ചെയ്തതാണ്. ഇത് പ്ലെയർ സ്റ്റീരിയോ എടുപ്പുണ്ട്. അത് മറ്റേ അതിനകത്ത് ബ്ലൂടൂത്ത് പ്ലെയർ തന്നെയാണ്. ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്ന പ്ലെയർ തന്നെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2017 മോഡൽ ഒരു റെനോൾട്ട് കിഡ് തന്നെ ഉണ്ട്. ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് കിഡ് കിടപ്പുണ്ട്. 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, 44,000 കിലോമീറ്റർ മറ്റേ റെനോൾട്ട് കിഡ് ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. അതെത്ര ചോദിക്കുന്നത്? അത് വന്നിട്ട് പ്രൈസ് 3.15 വരും. ഓട്ടോമാറ്റിക് 44,000 കിലോമീറ്റർ. ഇതെത്ര? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2,90,000. 2.90. കിഡ് തന്നെ ഏകദേശം 4 കിടപ്പുണ്ട്, 16 കിടപ്പുണ്ട്, 17 കിടപ്പുണ്ട്, 17 കിടപ്പുണ്ട്, ഒരു ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. വേണ്ടേ? പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സെഡാൻ ടൈപ്പ് കൊണ്ട് വരുമ്പോഴത്തേന് ഒരു ഹോണ്ട സിറ്റി 2011 മോഡൽ ഹോണ്ട സിറ്റി കിടപ്പുണ്ട്. 3rd ജനറേഷൻ, 2011 മോഡൽ സിംഗിൾ ഓണർ, 55,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, സിൽവർ കളർ വണ്ടി. കിഡ് ഓട്ടോമാറ്റിക് കിടക്കുന്നത് റെഡ് കളർ ഓട്ടോമാറ്റിക്കാണ്. അടുത്ത ഒരു സെഡാൻ പരിചയപ്പെടാം. 2018 മോഡലിൽ സ്കോഡ റാപ്പിഡ്, ഫുൾ കമ്പനി സർവീസോടുകൂടിയ 1,13,000 കിലോമീറ്റർ. ലാസ്റ്റ് സർവീസ് വന്നിട്ട് 1,12,000 ലാസ്റ്റ് സർവീസ് ചെയ്ത വാഹനം. ഡീസലാണ്, ഡീസൽ വേരിയൻ്റാണ്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? 19-20 വരെ കിട്ടുന്നത് മൈലേജ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. 1,13, 1,12 ലാസ്റ്റ് സർവീസ് കമ്പനി തന്നെ ചെയ്തേക്കുന്ന സർവീസ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞു? മെയിൻ സർവീസ് കഴിഞ്ഞു എല്ലാം ചെയ്തതാണ്. അത് മറ്റേ 1,12,000 ഇപ്പം ലാസ്റ്റ് സർവീസ് ഉൾപ്പെടെ ചെയ്തതാണ്. ടയേഴ്സൊക്കെ നല്ല 1.5 അംബീഷൻ എന്നാണ് വേരിയൻ്റ്. ഇത് എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 6,50,000 രൂപ. ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട്? ഏതാ ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട്? അത് 6 ഇഞ്ച് വരെ വരുന്നത്. 6 ഇഞ്ചിൽ വരുന്നത്. 2022 മോഡൽ ടാറ്റ ടിയാഗോ, സിംഗിൾ ഓണർ, 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. XG ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റ്, ഫുൾ കമ്പനി സർവീസ്, 18,000 കിലോമീറ്ററുടെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ജെനുവിൻ കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്.
കമ്പനി പ്ലെയർ മറ്റേ ടച്ച് പ്ലെയറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. കമ്പനി തന്നെ വന്നേ ഇത് സെപ്പറേറ്റ് ചെയ്തതാണ്. സെൻട്രൽ ലോക്ക് എല്ലാ ഫീച്ചേഴ്സിനും തന്നെ വരുന്നുണ്ട്. കൺട്രോൾസ് എല്ലാം വരുന്നില്ല. ബാക്ക് AC വെൻ്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറില്ല, നോർമലാണ്. ഫസ്റ്റ് ടയർ തന്നെ 18,000 കിലോമീറ്റർ ഓടിയിട്ടാണ്. 2022 മോഡലാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,35,000. ലോൺ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 90% വരെ ലോണ്, 90% 100% വേണമെങ്കിൽ ലോൺ ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞ സ്കോഡ റാപ്പിഡും അതുപോലെ തന്നെ ഏകദേശം 100% വരെ ലോൺ ചെയ്യാവുന്നതാണ്. വില പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിസംബർ മാസമാണ്. അടുത്ത 10 ദിവസം പരിപാടി കഴിഞ്ഞു. ഡിസംബർ മാസത്തിൻ്റെ വിലയാണ് പറയുന്നത്. കുഴപ്പമില്ല. ഉറപ്പാണോ? ഉറപ്പ്. സെയിലായിട്ടുള്ള ഇന്ന് ഡെലിവറി ഉള്ള വണ്ടിയാണ്. 2018 മോഡലാണ്. ഇന്ന് ഡെലിവറിയാണ്. 2018 മോഡൽ ഫോർഡ് ഫിഗോ ആസ്പെയർ ടൈറ്റാനിയം പ്ലസ്. പ്രൈസ് 4,35 വണ്ടി കൊടുത്ത് സെയിലായിരിക്കും. കിലോമീറ്റർ വന്നിട്ട് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. സിംഗിൾ ഓണർ. അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. 2018 മോഡലായിരുന്നു. അടുത്തൊരു വോക്സ്വാഗൻ്റെ അമിയോ. നേരത്തെ സ്കോഡ റാപ്പിഡിന് തന്നെ, റാപ്പിഡ് മറ്റേ ഡീസലായിരുന്നു. ഇത് പെട്രോൾ വേരിയൻറ്റ്. വോക്സ്വാഗൻ അമിയോ സെക്കൻഡ് വേരിയൻറ്റ്, അതായത് കംഫോർട്ട് ലൈന്, സിംഗിൾ ഓണർ, 64,000 കിലോമീറ്റർ. റീസെൻ്റ്ലി കമ്പനി തന്നെ സർവീസ് കഴിഞ്ഞ വാഹനമാണ്. കഴിഞ്ഞ വാഹനം പെട്രോൾ വേരിയൻ്റാണ്. സെക്കൻഡ് ഓണർ വരുന്നത്. സർവീസ് എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർ 64,000 കിലോമീറ്റർ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം എല്ലാം അത്യാവശ്യം എല്ലാം ഇത് ഫോർഡോ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ടയർ ഭാഗം തന്നെ ഏകദേശം 90% വരെ, 80 to 90% വരെ 90 അല്ല ടയർ ഭാഗം ഉള്ളതാണ്. വണ്ടി നീറ്റായിട്ടൊരു വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്. ഇപ്പോൾ റീസെൻ്റ്ലി സർവീസ് ഉൾപ്പെടെ കഴിഞ്ഞതാണ്. എന്ത് ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,80,000 രൂപ. ഇത് മൈലേജ് എന്താണ്? ഇത് ഏകദേശം 17 വരെ കിട്ടുന്നതാണ്. ഇത് പെട്രോളോ ഡീസൽ? പെട്രോളാണ്. പെട്രോൾ ആണെങ്കിലും 17 കിട്ടും. 17 കിട്ടും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പം നമ്മളെ ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ വരുന്നവർ എന്തൊക്കെ കൊണ്ടുവരണമെന്നൂടെ? ഡോക്യുമെൻറ്റ്സ് വന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഇങ്ങോട്ടൊന്നും വേണ്ട. അത് കൊണ്ടുവന്നത് തന്നെ ആധാരം പാനും മാത്രം മതി. പിന്നെ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആൾ, അതായത് ആപ്ലിക്കൻ്റെ പേര്, ആപ്ലിക്കൻ്റെ പേരിൽ വരുന്നത് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, ലാസ്റ്റ് 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാൻഡ് ടാക്സിന് കോപ്പി. ഇത്രയാണ് ആപ്ലിക്കൻ ഡോക്യുമെൻറ്റ്സ്. പിന്നെ ഗ്യാരണ്ടി അടയ്ക്കുന്ന ഒരാൾക്ക് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, മറ്റേ പാൻ കാർഡിൻ്റെ കോപ്പി. ഈ ആപ്ലിക്കന് ഇതില്ലെങ്കിലും, മീൻസ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ഇല്ലെങ്കിലും മറ്റേ ഗ്യാരണ്ടിയുടെ ലാൻഡ് ടാക്സ് കോപ്പി എടുത്താൽ. ഇപ്പം ആപ്ലിക്കൻ്റ് ആയിട്ടുള്ളവർക്ക് വസ്തു ഇല്ലെങ്കിലും വണ്ടി എടുക്കാനൊക്കെ കരടച്ച റെസിപ്റ്റ് ഇല്ലാതെ ചെയ്യാം. മറ്റേ സാലറി ഇടാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അല്ലേ? എന്തെങ്കിലും ഒരു ഇൻകം പ്രൂഫായിട്ട് നമുക്ക് കാണിക്കണമല്ലോ. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു. അതെ, ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചില വണ്ടികളുടെ ഒന്നും ബാക്ക് സൈഡ് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. കാരണം കുടയും എല്ലാം കൂടി നിന്ന് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ വണ്ടികൾ, അതായത് ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.